Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടന്ന കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉറപ്പുവരുത്തുമെന്ന് BJP. പാവപ്പെട്ട നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാതിരിക്കുകയും കോടികൾ വായ്പയെടുത്തവർ അത് തിരിച്ചടയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും BJP നേതാക്കൾ പറഞ്ഞു. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടന്ന കൊള്ളയടി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉറപ്പുവരുത്താനാണ് BJPയുടെയും അർബൻ സഹകരണ സംഘം ആക്ഷൻ കമ്മിറ്റിയുടെയും നീക്കം. കേരള സഹകരണ നിയമം 65 വകുപ്പ് പ്രകാരം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. സംഘത്തിൽ അംഗങ്ങൾ പോലുമല്ലാത്തവരുടെ പേരിലും അർഹതയില്ലാത്തവർക്കും ലക്ഷങ്ങൾ വായ്പ നൽകി. ഈടായി നൽകുന്ന ഭൂമിയുടെ വാല്യൂ നിശ്ചയിക്കാൻ ചുമതലപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ വസ്തു നേരിട്ട് കാണുക പോലും ചെയ്യാതെ തെറ്റായ വിലനിർണയം നടത്തി. കോതമംഗലത്തുകാരനായ വിവാദ വ്യവസായി റോയി കുര്യൻ എന്നയാളുടെ ആധാരം ഈടുവച്ച് ആധാരവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരടക്കം 38 പേരുടെ പേരിൽ കോടികൾ വായ്പ നൽകിയതായും അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ഭൂമി വാല്യുവേഷന് ചുമതലപ്പെട്ട ഭരണസമിതി അംഗങ്ങളായ രാജപ്പൻ നായർ, TP ജോർജ്, BD ടോമി, MV സെബാസ്റ്റ്യൻ, മാർട്ടിൻ ജോസഫ് എന്നിവർ വസ്തു നേരിൽ കണ്ട് ബോധ്യപ്പെടാതെയാണ് വാല്യുവേഷൻ റിപ്പോർട്ടിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നും കണ്ടെത്തി. അതേസമയം പാവപ്പെട്ടവരുടെ കോടികൾ കൈക്കലാക്കിയവർ മാന്യന്മാരായി ചമഞ്ഞു നടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് BJP നേതാക്കൾ പറയുന്നു. ബാങ്ക് പ്രസിഡന്റായിരിക്കെ മരണമടഞ്ഞ PT പോളിന്റെ മരണത്തിലടക്കം ദുരൂഹതയുണ്ട്. ഈ വിഷയങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് BJP സംസ്ഥാന സമിതി അംഗം MN ഗോപി പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി സേവ് അർബൻ എന്ന സംഘടനയുടെ പേരിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി ശ്രീമാൻ ജോർജ് കുര്യനെ പാർട്ടിയുടെ അങ്കമാലി മണ്ഡലം പ്രസിഡന്റും ഈ സമരസമിതിയുടെ നേതാവും അവിടുത്തെ കൗൺസിലർമാരും ജോർജ് കുര്യനെ കണ്ട് അങ്കമാലി അർബൻ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൻ്റെ യഥാർത്ഥ ചിത്രങ്ങൾ ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിക്ക് കൃത്യമായ നിവേദനം കൊടുത്തുകൊണ്ട് ഇവിടെ നടന്ന ഈ തട്ടിപ്പുകളുടെ എല്ലാ രേഖകളും ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതുമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനമാണ് കഴിഞ്ഞ ദിവസം ജോർജ് കുര്യന് ഞങ്ങൾ കൊടുത്തത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് ഇവിടുന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിലും ഞങ്ങൾ ഈ കാര്യങ്ങൾ പെടുത്തും. അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ മെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ആളുകളെ പറ്റിച്ചുകൊണ്ട്, ആ നിക്ഷേപകരെ പറ്റിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ നടത്തിയ കാര്യങ്ങൾ, അതേപോലെ തന്നെ PT പോളിൻ്റെ മരണം, ആ മരണത്തെക്കുറിച്ചിട്ടും സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം. കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴും ഇതിനകത്തുള്ള ആളുകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ മാന്യന്മാരായി നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തിയുടെ പേരിൽ തന്നെ 38ഓളം ആളുകളുടെ പേരിൽ 25 ലക്ഷം രൂപ വെച്ചിട്ട് ലോൺ എടുത്തിരിക്കുന്നു. അങ്ങനെ ഒട്ടനവധി തട്ടിപ്പുകൾ ഇവിടെ നടന്നിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു. ഈ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തി മുന്നോട്ട് പോകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതുമായിട്ട് ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിൽ ശ്രീമാൻ സുരേഷ് ഗോപിക്കും കേന്ദ്രമന്ത്രി സഹമന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപിക്കും ഞങ്ങൾ നിവേദനം കൊടുക്കുന്നുണ്ട്. BJP നേതാക്കളും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് ഇത് സംബന്ധിച്ച നിവേദനം നൽകിയിരുന്നു. കരുവന്നൂരിന് ശേഷം പുറത്തുവന്ന അർബൻ സഹകരണ സംഘം കൊള്ളയെ ആശങ്കയോടെയാണ് കേന്ദ്രമന്ത്രി നോക്കിക്കണ്ടതെന്ന് BJP അങ്കമാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് N മനോജ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം
ബഹുമാനപ്പെട്ട ഫിഷറീസ് സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവരെ നേരിട്ട് കാണുകയും അങ്കമാലി അർബൻ ബാങ്കിൽ നടന്നിട്ടുള്ള വലിയ തട്ടിപ്പിനെ കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം തൊട്ടടുത്ത ദിവസം AR പുറത്തിറക്കിയിട്ടുള്ള ആ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള നിയമവശങ്ങളെ കുറിച്ചിട്ടും എല്ലാം സംസാരിക്കേണ്ടായി. ഈ സമയത്ത് അദ്ദേഹം നമ്മളോട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ബഹുമാനപ്പെട്ട സഹമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം കരുവന്നൂർ തട്ടിപ്പിന് ശേഷം ഇത്രയും വലിയ ഒരു തട്ടിപ്പ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് നടന്ന ആ സാഹചര്യം ശ്രീ ജോർജ് കുര്യൻ വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് അദ്ദേഹം അത് നോക്കിക്കണ്ടത്. നമുക്കറിയാം, ഈ ARന്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ അർബൻ സഹകരണ സംഘത്തിൻ്റെ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത 470ഓളം ആളുകൾക്ക് 25 ലക്ഷം രൂപ അവർ വായ്പ എടുത്തതായിട്ടുള്ള വ്യാജ ലെറ്ററുകളാണ് ഇതിനോടകം ചെന്നിട്ടുള്ളത്. അതേപോലെ ഈ അർബൻ സഹകരണ സംഘത്തിൻ്റെ ഡയറക്ടർമാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും അവരുടെ ലോൺ തിരിച്ചടച്ചിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ, അതിനപ്പുറം അതിൻ്റെ കുടിശ്ശിക പോലും അടയ്ക്കാതെ ഈ സമൂഹത്തിൽ വളരെ ലാഘവത്തോടു കൂടി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മരണത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന സമയത്തും അവരുടെ ആർഭാട ജീവിതം നയിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന സാഹചര്യം അത് അത്യന്തം ഖേദകരമാണ്. കാരണം സാക്ഷര കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരണശേഷിയുള്ള ജനങ്ങളെന്നെല്ലാം വീരവാദം മുഴക്കുന്ന കേരളത്തിലെ ഏറ്റവും മധ്യ കേരളത്തിലെ പ്രധാനമായിട്ടുള്ള അങ്കമാലിയിൽ ഇത്തരം വലിയൊരു തട്ടിപ്പ് നടന്നു എന്നുള്ളത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ഒരു ഭാഗത്ത് സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിക്ഷേപിച്ച തുകയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ സമരം നടത്തുമ്പോൾ, മറുഭാഗത്ത് ഇതിൻ്റെ ഡയറക്ടർമാരും അതേപോലെ ഇവിടുത്തെ മറ്റ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം ഇവിടെ നിക്ഷേപം നടത്തിയിട്ട് അവർ സമൂഹത്തെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലവിൽ നിൽക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഒരു നിക്ഷേപകൻ അയാൾക്ക് ഇവിടുത്തെ PT പോളുമായിട്ട് നടത്തിയിട്ടുള്ള സഹകരണത്തോടു കൂടി നടത്തിയിട്ടുള്ള ആ വലിയ തട്ടിപ്പ് ഒരു പക്ഷേ അത് പുറത്തു വന്നാൽ തന്നെ ഏകദേശം 28 കോടിയോളം തന്നെ തുക ഇവിടെ ബാങ്കിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. പക്ഷേ അവരാരും ഈ ചിത്രത്തിൽ വരുന്നില്ല. അതേപോലെ ഇവിടെ 2018 ശേഷം ഒരു ലോൺ പോലും കൊടുത്തിട്ടില്ല. കാരണം അത്രയും വലിയ തട്ടിപ്പ് 2018 മുതൽ 2022-23 കാലഘട്ടം വരെ വെറും തട്ടിപ്പിലൂടെ മാത്രമാണ് ഈ അർബൻ ബാങ്ക് പോയത്. അക്കാലത്തെ ഓഡിറ്റ് വിഭാഗത്തെക്കുറിച്ചും വളരെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അർബൻ സഹകരണ സംഘത്തിൽ നടന്ന വൻ തട്ടിപ്പിന്റെ വ്യാപ്തി പുറം ലോകം അറിയാതെ മൂടിവെക്കാനാണ് ഇരു മുന്നണികളും ശ്രമിച്ചത്. അതിനാൽ നിക്ഷേപകർക്ക് നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ അനിവാര്യമാണെന്ന് BJP നിയോജകമണ്ഡലം കമ്മിറ്റി അംഗവും അങ്കമാലി നഗരസഭാ കൗൺസിലറുമായ സന്ദീപ് ശങ്കർ ചൂണ്ടിക്കാട്ടി. അർബൻ സഹകരണ സംഘത്തിൽ നടന്ന തട്ടിപ്പ് ലോകം അറിയാതെ ഇരു മുന്നണികളും മൂടിവെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മറ്റുള്ള സ്ഥലങ്ങളിലെ തട്ടിപ്പുകളൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ആളായിരിക്കും ആ തട്ടിപ്പിൽ, ഏതെങ്കിലും ഒരു മുന്നണിയോ അല്ലെങ്കിൽ ഒരു നേതൃത്വമായിരിക്കും അതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാർ, ഇവിടെ പ്രബലമായ മറ്റുള്ള മുന്നണികളിൽ ആരെങ്കിലും പൊക്കിക്കൊണ്ടുവരും ഈ കാര്യത്തെ. പക്ഷെ ഇവിടെ നടന്നേക്കുന്ന ഇരു മുന്നണികളുടെയും കൂട്ടുകച്ചവടമാണ്. അത് കാരണം തന്നെ ഇത് പുറം ലോകം അറിയുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം BJP ഒഴിച്ച് മറ്റുള്ള ആരും ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ സാധാരണക്കാരൻ്റെയും കുറച്ച് പൈസയാണ് ഇവിടെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവൻ്റെയും നിക്ഷേപം. അതെടുത്ത് ഈ പറഞ്ഞ മാതിരി കുറഞ്ഞ വിലയുള്ള ഭൂമി ഉയർന്ന വില കൂട്ടിക്കാണിച്ച് അതിന് ലോൺ കൊടുത്തിരിക്കുകയാണ്. ഇത് തിരിച്ചു പിടിക്കാനുള്ള രേഖകൾ തയ്യാറാക്കുമ്പോഴാണ് ഇത് മിക്കതും വളരെ കുറഞ്ഞ ഭൂമിയായിട്ടുള്ളത്, പാടം പോലത്തെ സ്ഥലങ്ങളാണെന്ന് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇന്നലെ 2 ദിവസം മുമ്പ് JRന്റെ അടുത്ത് കളക്ടറേറ്റിലെ ഓഫീസിൽ പോയിരുന്നു. അദ്ദേഹത്തെ ഈ വിഷയങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇത് മുന്നോട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മാത്രമാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇതിലേക്ക് വരുവുള്ളൂ. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമാണ് ഇതിൽ നിക്ഷേപ തട്ടിപ്പും ഇവിടെ നടന്ന എല്ലാ ക്രമക്കേടുകളും പുറത്തു വരികയുള്ളൂ.
അതുപോലെ ഇവിടുത്തെ ഭരണസമിതിയിലെ ഓരോ അംഗങ്ങളുടെയും ഇവിടെ നിന്നുള്ള വായ്പകൾ അതൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവർ ഏതൊക്കെ വായ്പകൾക്ക് കൂട്ടുനിന്നു, അവർ അറിയാതെ വായ്പകൾ ഇവിടെ നിന്ന് പാസ്സായി പോയിട്ടില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ബാങ്കിന്റെ പ്രസിഡന്റാണ് മരിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ മരണം തന്നെ നമുക്ക് കൃത്യമായിട്ട് ആശങ്കയുണ്ട്. കാരണം അത് ആത്മഹത്യയാണെന്ന് പരക്കെ ഇവിടെ അറിയപ്പെട്ട ഒരു മരണം എങ്ങനെ അത് സാധാരണ ഒരു മരണം അല്ലെങ്കിൽ അറ്റാക്കുമായിട്ട് ഒരു ഇതിലേക്ക് മാറിയെന്ന് ജനങ്ങൾക്ക് സംശയമുണ്ട്. റോയ് കുര്യൻ എന്ന ഒറ്റ വ്യക്തിയുടെ ആധാരത്തിന്റെ പേരിൽ തന്നെ 28 കോടിയോളം രൂപ വായ്പ നൽകിയതായി കണ്ടെത്തിയിരിക്കുകയാണെന്നും ഇത്തരത്തിലുള്ള വലിയ തുകകൾ പിടിച്ചെടുത്താൽ നിക്ഷേപകർ നേരിടുന്ന ദുരിതത്തിന് പരിഹാരമാകുമെന്നും സംരക്ഷണ സമിതി സെക്രട്ടറി ഷാജു വർഗീസ് പറഞ്ഞു. സേവ് അർബൻ സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. ഈ കാശുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്രയും സമരങ്ങൾ മുന്നോട്ട് വെക്കുന്ന അത്രയും സമരം മുന്നോട്ട് വെക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. പിന്നെ റോയ് കുര്യൻ എന്ന ഒരാളുടെ ഒരു ആധാരത്തിൻ്റെ പേരിൽ 28 കോടിയോളം രൂപകൾ വ്യാജരേഖകൾ ചമച്ചു കൊടുക്കുന്നു. ആ പൈസ തിരിച്ചു പിടിച്ചാൽ പോലും ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടുത്തെ തട്ടിപ്പ് അതിൽ വളരെ തുല്യമായി 100 കോടി രൂപ 120 കോടി രൂപയോളം 100 കോടിയോളം തട്ടിപ്പാണ് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എത്രയും നേരത്തെ അന്വേഷിച്ച് ഇതിൻ്റെ ആളുകളെ കണ്ടെത്തി പിടിച്ച് ഡിപ്പോസിറ്റും ചെയ്ത ആൾക്കാർക്ക് കാശ് കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കി തരുവാൻ അപേക്ഷിക്കുന്നു. നിക്ഷേപകർ നേരിടുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകും വരെ ജനകീയ സമരവുമായി BJPയും സേവ് അർബൻ സഹകരണ സംഘം സംരക്ഷണ സമിതിയും മുന്നോട്ടു പോകും. വിഷയത്തിൽ ആവശ്യമായ നടപടികൾ ഉടനുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയതായി നിവേദക സംഘത്തിൽ ഉണ്ടായിരുന്ന MN ഗോപിയും N മനോജും അഡ്വക്കേറ്റ് സുഭാഷും ഷാജു വർഗീസും അറിയിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.